ഏഴാം ക്ലാസ്സിലെ പവർ ടു ദി പീപ്പിൾ എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി നോക്കാം. പേജ് നമ്പർ 126. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്, ഭരണഘടന ഭേദഗതി. The delay in executing the recommendations of various committees regarding the decentralization of power throughout the country became an obstacle to the strengthening of local self-government bodies and the formation of a uniform structure there. Therefore, it was decided to give constitutional powers to the local self-government bodies. The local self-government bodies got more powers with the 73rd and 74th Amendments of the Constitution in 1992. The Panchayat Raj Act came into existence through the 73rd Amendment, whereas the Nagarapalika Act was introduced with the 74th Amendment. അതായത് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനൊക്കെ ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അങ്ങനെ 1992 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം. അതായത് 73 ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് ഗ്രാമസഭ, ഗ്രാമസഭകളുടെ രൂപീകരണം. ടെനർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years, അതായത് ഭരണകാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. റിസർവേഷൻ ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദി ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ സംവരണം. റിസർവേഷൻ ഫോർ വുമൺ, വനിതാ സംവരണം. ദി ഇലക്ഷൻ ചാർജ് വാസ് ഗീവൺ ടു ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 3-tier പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ്, നഗരപാലിക സിസ്റ്റം. 74 ഭരണഘടനാ ഭേദഗതി, നഗരപാലിക സംവിധാനം. ഫോർമേഷൻ ഓഫ് വാർഡ് സഭാസ്, വാർഡ് സഭകളുടെ രൂപീകരണം. ടെനർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years, ഭരണകാലാവധി എന്ന് പറയുന്നത് 5 വർഷം. റിസർവേഷൻ ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദി ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ സംവരണം. റിസർവേഷൻ ഫോർ വുമൺ, വനിതാ സംവരണം. ദി ഇലക്ഷൻ ചാർജ് വാസ് ഗീവൺ ടു ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 types of urban local self-government bodies, നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഇൻ കേരള. അതായത് 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്, നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, കണ്ടക്ട് എ ക്വിസ് ഇൻ ദി ക്ലാസ് ബേസ്ഡ് ഓൺ ദി 73rd and 74th അമെൻഡ്മെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 73-74 ഭരണഘടനാ ഭേദഗതികൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് എന്താണെന്നുള്ളത് അടിസ്ഥാനമാക്കി ക്ലാസ്സിലൊരു ക്വിസ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 73-74 ഭരണഘടനാ ഭേദഗതികൾ അടിസ്ഥാനമാക്കി ക്ലാസ്സിലൊരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുക. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് നെയിം ഈസ് ദി റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസെൻട്രലൈസ്ഡ് സിസ്റ്റം നോൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? പഞ്ചായത്തി രാജ്. വാട്ട് ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം? ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ബൈ വാട്ട് നെയിംസ് ആർ അർബൻ ലോക്കൽ ബോഡീസ് നോൺ? അതായത് എന്ത് പേരിലാണ് ഈ നഗരപാലിക സംവിധാനം അറിയപ്പെടുന്നത്? അപ്പോൾ എന്ത് പേരിലാണ് ഈ നഗര തദ്ദേശ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. പിന്നെ വേറൊരു ചോദ്യം, ഹു കണ്ടക്ട്സ് ദി ലോക്കൽ ബോഡി ഇലക്ഷൻസ്?
അപ്പോൾ ആരാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്? അതാരാണത്? നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നെക്സ്റ്റ്, find out and list the recommendations of the Balwant Rai Mehta Committee and Ashok Mehta Committee that were included in the 73rd and 74th Amendments of the Constitution. അപ്പോൾ എന്തൊക്കെയാണ് ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത കമ്മിറ്റികളുടെ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് 73-74 ഭരണഘടന ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തുക. ആദ്യം ദി 3-tier പഞ്ചായത്ത് സിസ്റ്റം, ത്രിതല പഞ്ചായത്ത് സംവിധാനം. പിന്നെയോ റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പിന്നെ എന്ത് ചെയ്താൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഭരണഘടനാ സാധുത. പിന്നെ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്. ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള സ്ട്രക്ചർ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഘടന. പഞ്ചായത്ത് രാജ് സിസ്റ്റം, പഞ്ചായത്ത് രാജ് സംവിധാനം. ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സിസ്റ്റം, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ വരുന്നത്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സിസ്റ്റത്തിൽ മുനിസിപ്പൽ കൗൺസിലും പിന്നെന്താണ് കോർപ്പറേഷനും, മുനിസിപ്പൽ കോർപ്പറേഷനും. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദി ഡീറ്റെയിൽസ് ഓഫ് യുവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഏത് പഞ്ചായത്തിലാണ്, അവിടുത്തെ ഏത് വാർഡിലാണ്, ആ വാർഡ് മെമ്പറിൻ്റെ പേര്, ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്, അവിടുത്തെ പ്രസിഡൻ്റ് ഏതാണ്, ജില്ലാ പഞ്ചായത്ത് ഏതാണ്, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ചോദിച്ചിട്ട് എഴുതുക. അടുത്തത് പീപ്പിൾസ് പ്ലാനിംഗ് ജനകീയ ആസൂത്രണം ഇൻ കേരള, അതായത് ജനകീയ ആസൂത്രണം കേരളത്തിൽ. വായിക്കാം. ആഫ്റ്റർ ദി 73rd and 74th amendments of the Constitution, the process of decentralization of power introduced in Kerala in 1996 is known as People's Planning Janakiya Asutranam. The People's Planning system has given more power and responsibilities to the local self-government system, which also ensured more officials, institutions and funds to implement them. As a result of these constitutional amendments, 33% reservation is accorded to women in the local self-government system. Further, as per the amendment of the Panchayat Raj Act 2005, the representation of women in local self-government bodies was elevated to 50%. 10% of the total planned fund of local self-government bodies has been allocated to projects exclusively meant for women. Kerala thus became a model for the country through the effective implementation of the decentralization process. അപ്പോൾ എന്താണ് പറയുന്നത്? ജനകീയ ആസൂത്രണം കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണമാണ്. ഈ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ജനകീയ ആസൂത്രണം എന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദി 73rd and 74th amendments of the Constitution, the process of decentralization of power introduced in Kerala in 1996 is known as People's Planning. അതായത് ഈ പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 50% ആയി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി.
ഇനി വേരിയസ് റെസ്പോൺസിബിലിറ്റീസ്, ചുമതലകൾ പലവിധം. Look at the board that has been displayed in front of the local self-government institutions. What are the responsibilities and services that can be availed from local self-governments? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നിരീക്ഷിക്കുക. എന്തൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് അവ നിർവഹിക്കുന്നത്? എന്തൊക്കെയാണ്? Register births or deaths, collect statistical data, supervision and responsibility of primary schools, mother and child development, sanction permission for building construction, conservation of traditional water resources, garbage treatment, granting license to domestic dogs. അപ്പോൾ എന്തൊക്കെയാണ്? അതായത് ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെയോ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. നെക്സ്റ്റ്, വിച്ച് ആർ ദി സർവീസസ് ദാറ്റ് യുവർ ഫാമിലി അവൈൽഡ് ഫ്രം ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്? ഡിസ്കസ്. നിങ്ങളുടെ കുടുംബത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ ദി പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ യുവർ ഏരിയ ടു നോ മോർ അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ ജനപ്രതിനിധികളുമായിട്ട് അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ ചോദ്യാവലികൾ തയ്യാറാക്കുക. ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്, വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. അതായത് ഈ പഞ്ചായത്തിൻ്റെയൊക്കെ വരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. മുത്തശ്ശിയും കൊച്ചുമകളും സംസാരിക്കുകയാണ്. മിഴി എന്നാണ് കൊച്ചുമകളുടെ പേര്. അവൾ പറയുകയാണ്, ഗ്രാൻഡ്മ, ടുഡേ വി ഹാവ് ലേൺഡ് അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പഞ്ചായത്ത്. അപ്പോൾ ഗ്രാൻഡ്മ, അതായത് എന്താ കുട്ടി ചോദിച്ചേ? മുത്തശ്ശി ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ചുമതലകളെക്കുറിച്ച് പഠിച്ചല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞേ? ആഹാ, വാട്ട് ഹാവ് യു ലേൺഡ്? ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മിഴി, preventing the spread of communicable diseases, conserving water resources, registering births and deaths and more. Grandma, you were also formerly a Panchayat President. Can you tell me where the Panchayat gets its revenue to do all these? അപ്പോൾ എന്താണ് ഈ മിഴി പറയുന്നത്? സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ എന്ന്. അതായത് മുത്തശ്ശി ഫോർമർലി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു, പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം, ഈ പഞ്ചായത്തിന് ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഗ്രാൻഡ്മ എന്താണ് അന്നേരം പറയുന്നത്? സ്മാർട്ട് ഗേൾ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ദി പഞ്ചായത്ത് ഹാസ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. For example, there are funds and grants from the state and central governments. Besides, panchayats get revenue from building tax, professional tax, entertainment tax and the like. അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത്? നല്ല ചോദ്യമാണ്, മിടുക്കി എന്നൊക്കെ പറയുകയാണ്. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും ഉണ്ട്. പിന്നെ അതുകൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുകയാണ്. ഗ്രാൻഡ്മ, മൈ ഡാഡ് remitted the fee for a building permit in other day. Doesn't that also come under the revenue of the panchayat? അപ്പോൾ എന്താ ചോദിക്കുന്നത്? അവിടെ എന്താ പറയുന്നത്? മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് എടുക്കാനായിട്ട് ഫീസ് അടച്ചിരുന്നല്ലോ, അതും പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ? അപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത്? യെസ്, that also comes under it. The fee from permits and registration, the user fee from bus stands, markets and playgrounds owned by the panchayat, and the fine that is levied by the panchayat also come under its revenue. അതായത് അതൊക്കെ ഉൾപ്പെടും. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും ഒക്കെ വരുമാന മാർഗത്തിൽ പെടുമെന്ന് മുത്തശ്ശി പറയുകയാണ്. മിഴി, ആഹാ, സോ ദർ ആർ സെവറൽ സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഇത്രയേറെ
വരുമാന മാർഗങ്ങൾ ഉണ്ടല്ലേ എന്ന് മിഴി ചോദിക്കുകയാണ്. ഗ്രാൻഡ്മ: Yes, but don't forget that the revenue will be different for different panchayats based on the nature of the locality. Doesn't the panchayat need sufficient income to make regional development possible besides the different types of loans that are approved by the government? The shares from beneficiaries and the contributions that are accepted based on certain conditions come under the revenue of the panchayat. അതായത് മുത്തശ്ശി പറയുകയാണ്, ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും. പ്രാദേശിക വികസനം സാധ്യമാക്കണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ. ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധതരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും ഈ ഗണത്തിൽപ്പെടും. Complete the list by identifying the different sources of revenue of local self-government bodies from the conversation given above. മുകളിൽ കൊടുത്തിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. ഏതൊക്കെയാണ്? വിവിധ തരം നികുതികൾ അല്ലേ, വേരിയസ് ടൈപ്സ് ഓഫ് ടാക്സസ്. പിന്നെ ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ്സ് ഫ്രം ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പഞ്ചായത്തിന് കൊടുക്കുന്ന ഗ്രാൻറ്റും ഫണ്ടും ഒക്കെ. പിന്നെ ദി ഫീ ഫ്രം പെർമിറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ, അതായത് ഇപ്പം രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെയും പെർമിറ്റ് എടുക്കുന്നതിലൂടെയൊക്കെ കിട്ടുന്ന ഫീസ്. പിന്നെ ദി യൂസർ ഫ്രീ ഫ്രം ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്, അതായത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും പ്ലേ ഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്ന യൂസർ ഫ്രീ. ഇതൊക്കെയാണ് പഞ്ചായത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് ചാലഞ്ചസ്, പ്രതിസന്ധികളും വെല്ലുവിളികളും. Though Kerala has made several achievements through decentralization of power, including people's planning, many challenges are also there. The relevant areas of a seminar paper prepared by Milan on the topic local self-government institutions and challenges are given below. അപ്പം മിലൻ എന്ന് പറയുന്ന കുട്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും വെല്ലുവിളികളും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് തയ്യാറാക്കിയ സെമിനാറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. വെൻ വി കംപ്ലീറ്റ് ദി ക്വാർട്ടർ സെഞ്ചുറി ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി highlighting the achievements only, it is essential to identify the limitations and do what is required to act more effectively. The major challenges and problems faced by local self-government institutions are given below. അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് 1/4 നൂറ്റാണ്ട് പിന്നിട്ടു, അതായത് 25 വർഷങ്ങളോളം പിന്നിട്ടുമ്പോഴും നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ ചേർക്കുന്നു. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എ കണ്ടീഷൻ ഇൻ വിച്ച് ദി പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം, അതായത് ഈ പഞ്ചായത്തിന് സമയബന്ധിതമായിട്ട് ഈ പദ്ധതി വിഹിതം ഒന്നും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പദ്ധതി വിഹിതം അതായത് സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത ഒരു അവസ്ഥയാണ്. ഷെയർസൊന്നും സമയത്തിന് കിട്ടുന്നില്ല. എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി, പിന്നെ എന്താണ്? വികേന്ദ്രീകരണം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭാസ്, ഗ്രാമീണ മേഖലയിലെ ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, അതായത് ഗ്രാമസഭകളിലെ ആളുകൾ വളരെ കുറച്ചാണ് പങ്കെടുക്കുന്നത്. ഡിപ്പ് ഇൻ പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദി റൂറൽ സെക്ടർ, പിന്നെ എന്താണ്? ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ വരുമാനത്തിലെ തനത് മേഖലയിലെ വരുമാനത്തിലെ കുറവ്. ഇനോഡിക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന വെല്ലുവിളികൾ ഇത്രയൊക്കെയാണ്. അടുത്തത്, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വിച്ച് യു ബിലോങ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ്. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെക്കുറിച്ചുള്ള ലഘുലേഖ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങൾ എവിടെയാണ്, അതായത് നിങ്ങൾ പഞ്ചായത്തിൻ്റെ കീഴിലാണോ അതോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, അപ്പോൾ അതേക്കുറിച്ചൊരു ലഘുലേഖ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഇഫ് ഐ ബിക്കം എ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഓർ ചെയർപേഴ്സൺ ഓഫ് ദി മുനിസിപ്പാലിറ്റി, മേയർ ഓഫ് ദി കോർപ്പറേഷൻ, പ്രസൻറ്റ് യുവർ ഐഡിയാസ് ഇൻ ദി ക്ലാസ്. അതായത് നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ
ഒരു മുനിസിപ്പൽ ചെയർപേഴ്സണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ ആയാൽ നിങ്ങളുടെ ആശയങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ അവതരിപ്പിക്കണം. ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ വെൻ ദി പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. This ensures decentralization. This is also a process that accommodates the people of all sections of society in the administrative process. Therefore, it is essential to proceed further by facing and solving the challenges of decentralization to strengthen democracy. ജനാധിപത്യം അർത്ഥവത്താക്കുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇത് ഉറപ്പാക്കുന്നു. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യം എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം ഇത് ഉറപ്പുവരുത്തുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുന്നതിന് അനിവാര്യമാണ്. ഈ ചാപ്റ്ററോടെ തീർന്നിരിക്കുകയാണ്. ഇനി കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസാണ്, തുടർ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.